നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഫെബ്രുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചക്കാരുടെ റോളാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. കാരണം ബ്ലാസ്റ്റേഴ്സിന് ആകെ രണ്ട് കളിയേ ഉള്ളൂ. അതേസമയം ബ്ലാസ്റ്റേഴ്സുമായിട്ട് പ്ലേ ഓഫ് പോരാട്ടത്തിലുള്ള ടീമുകൾക്ക് കൂടുതൽ മത്സരങ്ങളുണ്ട്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാണികളുടെ റോളിൽ ആവേശത്തോടു കൂടി ഉറ്റുനോക്കിയൊരു മത്സരമായിരുന്നു പഞ്ചാബ് എഫ് സി വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി കാര്യങ്ങൾ വരണമെങ്കിൽ തോൽക്കണം പഞ്ചാബ് എഫ് സി. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇനി പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലാണുള്ളത്. 46 പോയിൻ്റായി ഇപ്പോൾ അവർക്ക് 20 കളികളിൽ നിന്ന്. അപ്പോൾ ഈ ആദ്യ 6 സ്ഥാനങ്ങളിന് വേണ്ടി മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ളത് നോർത്ത് ഈസ്റ്റും ബംഗളൂരുവും മുംബൈ സിറ്റിയും ഒഡീഷയും കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയുമാണ്. ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ചെറിയ വ്യത്യാസത്തിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 കളി കുറച്ച് കളിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിനേക്കാട്ട് 1 പോയിൻ്റേ കുറവുള്ളൂ എന്നുള്ളതായിരുന്നു ആശങ്കയുണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അതിൽ 1 കളി കൂടി അവർ കളിച്ചു, അത് തോറ്റു. ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 1 പോയിൻ്റ് പുറകിൽ. 1 കളിയാണിപ്പോൾ കുറച്ച് കളിച്ച് നിൽക്കുന്നത്. അതിലിപ്പോൾ അടുത്ത കളി ഇനിയിപ്പോൾ ഒഡീഷ എഫ് സിക്കെതിരെയാണ് അടുത്ത മത്സരം. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് റിസൾട്ട് വരിക എന്ന് പറഞ്ഞാൽ 2 ടീമിനും പോയിൻ്റ് കിട്ടാതിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും നല്ലത്. പക്ഷെ അത് സംഭവിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു ടീം ജയിക്കുകയോ അല്ലെങ്കിൽ സമനിലയോ വരും. ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും നല്ലത് മത്സരം സമനിലയാവുകയാണ്. അത് നമുക്ക് കാത്തിരിക്കാം. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് പഞ്ചാബ് എഫ് സി ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് തോറ്റിരിക്കുന്നു. ജെമി മെക്ലാരൻ്റെ ഇരട്ട ഗോളുകളും ലിസ്റ്റൻ കൊളാസോയുടെ 1 ഗോളും അടക്കം 3-0 തോറ്റതോടുകൂടി പഞ്ചാബ് എഫ് സിയുടെ ഗോൾ ഡിഫറൻസ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ താഴെ പോയിരിക്കുന്നു. ഇങ്ങനെ ടൈറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഗോൾ ഡിഫറൻസും ഒരു വിഷയമാകും. ഇപ്പോൾ പഞ്ചാബ് എഫ് സി 26 ഗോളുകൾ അടിക്കുകയും 28 ഗോളുകൾ തിരികെ വാങ്ങുകയും ചെയ്തുകൊണ്ട് -2 ഗോൾ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് 30 ഗോൾ അടിച്ചു, 30 തിരികെ വാങ്ങുകയും ചെയ്തു. 0 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ഡിഫറൻസ്. ബ്ലാസ്റ്റേഴ്സിനേക്കാൾ താഴെ പോയിരിക്കുന്നു പഞ്ചാബ് എഫ് സിയുടെ ഗോൾ ഡിഫറൻസ് എന്നർത്ഥം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇപ്പോൾ ഒരു തോന്നലുണ്ട്, കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് വരുന്നുവോ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ മത്സരം ഒഡീഷയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും സമനിലയിൽ പിരിഞ്ഞു. അത് ബ്ലാസ്റ്റേഴ്സിന് ഏറെ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ മോഹൻ ബഗാനും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള മത്സരം പഞ്ചാബ് തോറ്റു. അതും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. നാളെ ഗോവയും ഒഡീഷയും തമ്മിലാണ് പോരാട്ടം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒഡീഷ വിജയിക്കാതിരിക്കുക എന്നുള്ളതാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരിക്കുന്ന കുറേ മത്സരങ്ങൾ, അതിൽ ഇതുവരെ കഴിഞ്ഞതൊക്കെ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള രൂപത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷകൾ ജ്വലിക്കുകയാണ്, വർദ്ധിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഇങ്ങനെ മറ്റുള്ളവർ തോറ്റിട്ട് എന്താ ബ്ലാസ്റ്റേഴ്സ് ജയിക്കണ്ടേ എന്ന്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടാണല്ലോ അടുത്ത കളി. ആശങ്കയൊന്നും വേണ്ടതേ. പി ജി പുരുഷോത്തമൻ്റെ കീഴിൽ ടീം മുന്നോട്ട് പോകാൻ തുടങ്ങിയതോടുകൂടി പോസിറ്റീവ് റിസൾട്ടുകളല്ലേ അധികം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മിക്കായൽ സ്റ്റാറയുടെ അവസാന കളി പോലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് നന്നായിട്ട് വിറപ്പിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന കാര്യം ഓർക്കുക. അന്ന് ബ്ലാസ്റ്റേഴ്സ് അവിടെ പോയിട്ട് തോറ്റിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഇരിക്കാം, ശുഭ പ്രതീക്ഷയിലിരിക്കാം. എന്തായാലും പ്ലേ ഓഫ് സാധ്യത ഇപ്പോൾ സജീവമാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.